മലബാറി ഇനം ആടുകളുടെ പ്രത്യേകതകൾ. ഇന്ത്യയിലെ ഓരോ ഭൂപ്രദേശത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് അവയുടേതായിട്ടുള്ള ആടുവർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലെ കേരളത്തിലെ ആടുവർഗ്ഗമാണ് മലബാറി എന്ന പേരിൽ അറിയപ്പെടുന്ന ആടുകൾ. ഇവ തലശ്ശേരി എന്നും വടകര എന്നും മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മലബാറി ഇനത്തിന് കൃത്യമായൊരു നിറം പറയാനില്ല, മറിച്ച് അവ വെള്ള നിറത്തിലും കറുപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലും ഈ നിറങ്ങളുടെയൊക്കെ സങ്കരത്തിലും കാണപ്പെടുന്നു. ഇതുകൂടാതെ അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയപ്പെടുന്നത് ഇടത്തരം വലിപ്പമുള്ള ശരീരപ്രകൃതിയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടുത്തെ ഉയർന്ന മഴ, ഉയർന്ന അന്തരീക്ഷ ആർദ്രത ഇവയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിലുള്ള കുട്ടികളുടെ എണ്ണം നൽകി, അതായത് ശരാശരി ഒരു പ്രസവത്തിൽ 2 കുട്ടികളെങ്കിലും നൽകി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാടിനമാണ് മലബാറി. ഇവയുടെ കണ്ടറിയാവുന്ന പ്രധാനപ്പെട്ട, ഒറ്റ നോട്ടത്തിൽ അറിയാവുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 7 എന്ന് അക്ഷരം എഴുതുന്ന രീതിയിൽ ഉള്ള ചെവികളാണ്. ആ ചെവികളുടെ നീളം ഏതാണ്ട് കീഴ്ചുണ്ടിൻ്റെ അടുത്ത് വരെ ഉണ്ടാകും. കുഞ്ഞുങ്ങളിത് അല്പം കൂടുതലായിട്ട് നമുക്ക് തോന്നാമെങ്കിലും പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ അവ ഏകദേശം ചുണ്ടിൻ്റെ അടുത്ത് വരെ നീളമുള്ള മുന്നോട്ട് മടങ്ങി കിടക്കുന്ന ചെവികളായിരിക്കും. തീരെ കട്ടി കുറഞ്ഞതോ ചുളുക്കുകളുള്ളതോ അല്പം നീളം കൂടിയതോ മടങ്ങിയതോ ആയ ചെവികളായിരിക്കില്ല, മറിച്ച് ഇല പോലെ പരന്ന ചെവികളായിരിക്കും ഇവ ഉണ്ടാകുന്നത്. പൊതുവായി മിക്കവാറും ആടുകൾക്കും പെണ്ണാടുകൾക്ക് താടയിൽ 2 കിങ്ങിണി എന്നൊക്കെ പ്രാദേശികമായി പറയുന്ന 2 വാറ്റിൽ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന 2 അവയവ സ്കിന്നിൻ്റെ തൊലിയുടെ 2 വളർച്ച കൂടി ഉണ്ടാകുന്നതാണ്. കൂടാതെ മുതിർന്ന മലബാറി ആട് ഏകദേശം ആണാണെങ്കിൽ 35 മുതൽ 45 വരെയും പെണ്ണാണെങ്കിൽ 25 മുതൽ 35 വരെയൊക്കെ ശരീരഭാരത്തിൽ ശരാശരി കാണപ്പെടുന്നു. എന്നാൽ ഇവയേക്കാളും ഉയർന്ന ഭാരമുള്ളതും പൂർണ്ണമായും മലബാറിയുടെ ലക്ഷണങ്ങളുള്ളതുമായ ആടുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ശരാശരി പാലുൽപാദനം നമ്മൾ പറയുന്നത് 1/2 മുതൽ 1 ലിറ്റർ വരെയാണെങ്കിലും 2 മുതൽ 3 ലിറ്റർ വരെ തരുന്ന മലബാറി ആടുകളും വളരെ അപൂർവമെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. ഇവയിൽ പലതും ചെറിയ തോതിൽ സങ്കര ഇനങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.